എത്തിയില്ല. അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ടേക്ക് എത്തും. ആര്യാടൻ ഷൗക്കത്തിനായി കാത്തിരിക്കുകയാണ് ഇവിടെ പ്രവർത്തകർ എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ആര്യാടൻ ഷൗക്കത്തിന്റെ കൂടെ ഒരു വലിയ ആളുകൾ, അത് റോഡ് ഷോയാണ്, ആയിരക്കണക്കിന് വരുന്ന പ്രവർത്തകർ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ പ്രവർത്തകർ കൂടി ഇങ്ങോട്ടേക്ക് ചേരുന്നതോടെ വലിയ ഒരു ആവേശത്തിലേക്ക്, ആ ആവേശ കൊടുമുടിയിലേക്ക് UDFന്റെ ഈ കൊട്ടിക്കലാശം കൊട്ടിക്കയറും എന്നുള്ളത് തന്നെയാണ്. ഇവിടെ പ്രവർത്തകർ നേരത്തെ തന്നെ നിലയുറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവിടെ മുന്നിൽ നേതാക്കന്മാർ അനൗൺസ്മെന്റ് വാഹനത്തിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കുകയാണ്. ഈ വാഹനം, അതായത് റോഡ് ഷോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രവർത്തകരെല്ലാം തന്നെ വലിയ ആവേശത്തിലാണ് ഇപ്പോൾ പ്രവർത്തകരൊക്കെ ഉള്ളത്. എവിടുന്നാ വരുന്നത്? വലിയ ആവേശത്തിലാണ്. ആര്യാടൻ ഷൗക്കത്ത് 25,000 വോട്ട് വിജയിക്കും. വലിയ ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്നുള്ളതാണ് നമുക്കറിയാവുന്നതുപോലെ. ഈ മണ്ഡലത്തിൽ നിന്ന് മാത്രമല്ല, വിവിധ ഇടങ്ങളിൽ നിന്നെല്ലാം തന്നെ പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് വരുന്നത്. എവിടെ നിന്ന് വരുന്നത്? ഞാൻ പാലക്കാട്. 100% ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന ബാപ്പുട്ടി ബഹുഭൂരിപക്ഷത്തോടെ UDF ജയിക്കും. പിണറായി വിജയൻ സർക്കാരിന്റെ LDF സർക്കാരിന് അന്ത്യമായിരിക്കും ഈ നിലമ്പൂരിൽ ഉണ്ടാകുക എന്നുള്ളത് ഓരോ കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരും അത് ഉറപ്പിച്ചു കഴിഞ്ഞു. ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾ മുഴുവൻ കൈപ്പത്തി അടയാളത്തോട്ട് രേഖപ്പെടുത്തി ആര്യാടൻ ഷൗക്കത്ത് എന്ന ബാപ്പുട്ടിയെ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റായി, ഏറ്റവും നല്ല പഞ്ചായത്ത് പ്രസിഡന്റായി, ഏറ്റവും നല്ല നഗരസഭ ചെയർമാനായിരുന്ന ബാപ്പുട്ടിയെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എത്ര ഭൂരിപക്ഷം? ഏറ്റവും ബഹുഭൂരിപക്ഷത്തോടുകൂടി ഈ നിലമ്പൂർ നിയോജക മണ്ഡലം ഇന്നും വരെ കാണാത്ത ഭൂരിപക്ഷം, എക്കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള UDFന്റെ ഐക്യവും അതിന് പുറമെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മതേതരത്വം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDFനും കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്യുന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വലിയ ആവേശമാണ് ഇവിടെ കാണുന്ന യുവാക്കൾ, ജനങ്ങൾ മുഴുവൻ വളരെ ആവേശത്തിലാണ്. ഇവിടെ നടക്കുന്നത് അക്രമത്തിനെതിരെയും അഴിമതിക്കെതിരെ വിധിയെഴുത്താണ് വരാൻ പോകുന്നത്. ഈ വരുന്ന 23-ാം തീയതി പെട്ടി പൊട്ടിക്കുമ്പോൾ രാവിലെ മുതൽ തന്നെ ആര്യാടൻ ഷൗക്കത്ത് ഒന്നാമതെത്തിയിരിക്കും എന്നുള്ള ഉറപ്പാണ്. സംസ്ഥാനത്തിന് തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ, പ്രവർത്തകർ ഇവിടെ ഈ ആവേശത്തിൽ പങ്കുചേരാനായി ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, ഈ ടീഷർട്ട്, അതായത് സ്ഥാനാർത്ഥിയുടെ ചിത്രങ്ങൾ, ടീഷർട്ടുകളും അതോടൊപ്പം തന്നെ ചിഹ്നം പതിച്ച ബലൂണുകളും കൊടി തോരണങ്ങളും എല്ലാം ആയിക്കൊണ്ട് പ്രവർത്തകർ വലിയ ആവേശത്തിലാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. വലിയ ആവേശത്തിലാണ്. എവിടുന്നാ വരുന്നത്? തിരുവാലി. ഈ കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ്? കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കാനാണ്. ഇവിടെ ഇലക്ഷൻ പ്രചരണം തുടങ്ങി അന്ന് മുതലേ ഇവിടെ ഉണ്ട്, നിലമ്പൂരുണ്ട്. എന്താണ് നിലമ്പൂരിന്റെ ഒരു പൾസ്? എത്ര നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഗവൺമെന്റിന് കൊടുക്കുന്ന ഒരു വൻ തിരിച്ചടിയാവും. വൻ ഭൂരിപക്ഷത്തില് ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കും. ഇവിടെ വന്നാളെന്ന് ചോദിക്കാം, വൻ ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ ഏതാണ്ട് എത്ര പ്രതീക്ഷിക്കും? ഏകദേശം 25,000 ഭൂരിപക്ഷത്തോളം ജയിക്കും എന്നുള്ളത് തന്നെയാണ് എല്ലാവരും അഭിപ്രായം. എത്ര ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ടോ? 15,000 മുകളിൽ, മിനിമം 15,000. അതിന് മുകളിൽ എങ്ങനെയാണെങ്കിലും പോവാം. 30,000 വരെ ഭൂരിപക്ഷങ്ങൾ പ്രതീക്ഷിക്കും. വിജയത്തെക്കുറിച്ച് ഒന്നും പ്രതീക്ഷിക്കുന്നു? ഇല്ലല്ല, വിജയം സുനിശ്ചിതമാണ്. അതിൽ യാതൊരു സംശയവും. ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിലാണ്. ഭൂരിപക്ഷത്തിൽ മിനിമം UDF വോട്ടുകൾ മാത്രം വന്നാൽ 15,000. അതിന്റെ അടുത്ത് ആന്റി ഇൻകംബൻസി വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് 30,000 മുകളിലേക്ക് കയറാം. അപ്പോൾ ആ പ്രവർത്തകരെല്ലാം തന്നെ വലിയ ആവേശത്തിലാണ്. വിജയത്തിൽ കുറഞ്ഞൊന്നും ചിന്തിക്കുന്നത്, വിജയമല്ല പ്രശ്നം, ഭൂരിപക്ഷം അത് എത്ര എന്നുള്ളതാണ് പ്രവർത്തകർ. അതായത് 15,000 മുതൽ 25,000 വരെ ചില പ്രവർത്തകർ പറയുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും അതെ, വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം തന്നെയാണ് പ്രവർത്തകർക്കൊക്കെ ഉള്ളത്.